മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടുകളിലും ചില സമീപനങ്ങളിലും കടുത്ത അമർഷത്തിലാണ് മഹിളാ കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങൾ അമർഷം പ്രകടമാക്കി. മുഖ്യമന്ത്രി അഹങ്കാരം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. പാർട്ടി പ്രവർത്തകരോടുള്ള മുഖ്യമന്ത്രിയുടെ മനോഭാവം മാറ്റണമെന്നും പാർട്ടിക്ക് വിധേയരാകണമെന്നും വിമർശനമുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി ഡി സതീശനെതിരെ പ്രമേയം പാസാക്കി. സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ എല്ലൂര്, പാർട്ടിക്കുള്ളിൽ പടയൊരുക്കമാണ്. വി ഡി സതീശനെതിരെ ഇപ്പോൾ മഹിളാ കോൺഗ്രസും പൂർണ്ണമായും തിരിയുകയാണോ വി ഡിക്കെതിരെ? എന്താണ് ഈ വിമർശനത്തിന് പിന്നിൽ? മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചില നിലപാടുകളിലും സമീപനങ്ങളിലുമെല്ലാം കടുത്ത അമർഷത്തിലാണ് മഹിളാ കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതും ഐക്യകണ്ഠേന അദ്ദേഹത്തിനെതിരായ പ്രമേയം പാസാക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. അഹങ്കാരമാണ് മുഖ്യമന്ത്രിക്കുള്ളത്, അത് വെടിയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നുള്ളതാണ് ഒരു വിമർശനമായി ഉയർന്നിരുന്നത്. ഒപ്പം തന്നെ ഈ പാർട്ടി അനുഭാവികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം അത് ശരിയല്ല എന്നുള്ളത് കൂടി ആവർത്തിക്കുന്നു. ഈ പാർട്ടിക്ക് വിധേയനായി പെരുമാറാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നൊരു കാര്യം കൂടി ഇന്നത്തെ മഹിളാ കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ മഹിളാ കോൺഗ്രസ് ഈ ഒരു ആവശ്യവുമായി ജബി മെത്തറിന്റെ നിർദ്ദേശപ്രകാരം മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഒരു ആവശ്യവുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒരു അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് പ്രവർത്തകർ പരാതിയായി ചൂണ്ടിക്കാണിച്ചത്. പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കെതിരായ ഒരു പ്രമേയം അത് കമ്മിറ്റിയിൽ പാസാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രമേയം ഇനി ഹൈക്കമാൻഡിന് കൈമാറും. നിലവിലേതായാലും ഒരു യുദ്ധപ്രഖ്യാപനം അത് മുഖ്യമന്ത്രിക്കെതിരെ അതേ പോഷക സംഘടന മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വരുന്നു, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പ്രമേയം ഇനി ഹൈക്കമാൻഡിന് കൈമാറും. ശേഷമായിരിക്കും ഇതിന്മേലുള്ള ചർച്ചകളും തുടർ കാര്യങ്ങളും ഒക്കെ വരിക. താങ്ക് യു. സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.